പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് ഹാജാസ് PSCയിലൂടെ ചർച്ച ചെയ്യുന്നത് സ്പെഷ്യൽ എഡിഷനിൽ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾ തമ്പനയിൽ കണ്ടതുപോലെ 50 മാർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഈ ഒറ്റ ക്ലാസ് കേട്ടാൽ 50 മാർക്ക് കിട്ടുമെന്നല്ല. സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷകളിൽ 50 മാർക്കോളം ലഭിക്കും. ഈ 50 മാർക്ക് ലഭിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്? ആദ്യം ഒരു കറണ്ട് അഫെയർ തന്നു, 2 കറണ്ട് അഫെയർ ക്ലാസ് നമ്മൾ ഇതിനകത്ത് തന്നു. അതേപോലെ രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തു, ബംഗാൾ വിഭജനം എടുത്തു, പിന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിനകത്തുനിന്ന് 3 വേദസമാജം, ബ്രഹ്മസമാജം അങ്ങനെ തുടങ്ങുന്ന 3 പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിപ്പിച്ചു. സ്പെഷ്യൽ എഡിഷൻ കണ്ടു നോക്ക്, നിങ്ങൾക്കൊരു 50 മാർക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഈ ഓരോ ക്ലാസ്സിനും നിങ്ങൾ കൃത്യമായ വിലയിരുത്തൽ നടത്തണം. ഇതിനകത്ത് എന്തെങ്കിലും പറയാതെ പോയിട്ടുണ്ടോ, കൃത്യമായ വിശദീകരണം ലഭിക്കാതെ പോയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. ഹാജാസ് PSC സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ കാണാൻ പറയുക. സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്ന ഈ എപ്പിസോഡിന് 2 ഭാഗങ്ങളുണ്ട്. ഇത് നമ്മളിപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ പോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകളുമുണ്ട് യൂട്യൂബിനകത്ത്. ലൈവ് ക്ലാസ്സുകൾ തിങ്കൾ മുതൽ വെള്ളി വരെയാണ്. ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ സയൻസ്. അവിടെയും കീറി മുറിച്ചുള്ള പഠനമാണ്. നമ്മളിന്ന് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കാം. അപ്പോൾ നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കാം. എന്തിനാണ് സ്വദേശി പ്രസ്ഥാനം, അല്ലെങ്കിൽ എന്താണ് സ്വദേശി പ്രസ്ഥാനം? ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വിടർന്ന് പൂത്തുലഞ്ഞ ഒരു പ്രസ്ഥാനമാണോ സ്വദേശി പ്രസ്ഥാനം? അല്ല. സ്വദേശി പ്രസ്ഥാനം എന്തിനാണ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും വേണ്ടി ഉടലെടുത്ത ഒരു മുന്നേറ്റം, അതായിരുന്നു സ്വദേശി പ്രസ്ഥാനം. 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒന്ന്, ബ്രിട്ടീഷുകാരൻ്റെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിക്കണം. 2, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക? ബ്രിട്ടീഷുകാരൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങരുത്. ബ്രിട്ടീഷുകാരൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങരുത്. ബ്രിട്ടീഷുകാരനോട് യാതൊരു സഹകരണവും വേണ്ട. അവർ കച്ചവടത്തിന് വേണ്ടി വന്നവരല്ലേ. അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അവരുടെ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ, നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ ബ്രിട്ടീഷുകാർ സാമ്പത്തികമായി പ്രതിസന്ധിയിലാവും. അവർ പൊറുതിമുട്ടും, അവർ നമ്മുടെ രാജ്യം വിടും. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ബംഗാൾ വിഭജനം നമ്മൾ സ്പെഷ്യൽ എഡിഷനിലൂടെ വളരെ വ്യക്തമായി പഠിച്ചതാണ്. 1905 കഴ്സൺ പ്രഭു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭൂപ്രദേശമായ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രദേശമായ അതിൻ്റെ വിസ്തൃതിയും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ എണ്ണം നമ്മൾ ആ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ബംഗാൾ എന്ന് പറയുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ, നഴ്സറി എന്നറിയപ്പെടുന്ന ബംഗാളിനെ വിഭജിക്കുവാനുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നതാണ് ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം. 1905 കഴ്സൺ പ്രഭു ഒരു തീരുമാനമെടുക്കുന്നു, ബംഗാളിനെ വിഭജിക്കുക. അതിർത്തി നിർണയം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കബളിപ്പിച്ച് ബംഗാൾ വിഭജനം നടപ്പിലാക്കാൻ കഴ്സൺ പ്രഭു തുനിയുന്ന നേരത്തും അവർക്ക് ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ അതിശക്തമാണ്. ദേശീയ പ്രസ്ഥാനങ്ങൾ കൊണ്ട്, ദേശീയ നേതാക്കളെ കൊണ്ട്, അതിശക്തരായ ദേശീയ നേതാക്കളും കവികളും എഴുത്തുകാരെയും കൊണ്ട് നിറഞ്ഞിരുന്ന ബംഗാൾ എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ അവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കിയില്ലെങ്കിൽ, മുസ്ലിം ഹിന്ദു മതവിരോധമുണ്ടാക്കിയില്ലെങ്കിൽ, അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിച്ചില്ലെങ്കിൽ, നാളെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയാണ് ബംഗാളിനെ വിഭജിക്കുവാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. 1905 ഓഗസ്റ്റ് 7-നാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്.
പഠിക്കണം. ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഏതാണ്? 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതി നമ്മളൊരു തീരുമാനമെടുക്കുന്നു, നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ. ബ്രിട്ടീഷുകാരൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ട, ബ്രിട്ടീഷുകാരൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ട എന്നും 1905 ഓഗസ്റ്റ് 7-ാം തീയതി സ്വദേശി പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഓക്കെ, സ്വദേശി പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ഉദ്യോഗത്തിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗം വേണ്ട എന്ന് വെക്കുന്നു. കുട്ടികളടക്കമുള്ളവർ സ്വദേശി പ്രസ്ഥാനത്തിന് പിന്തുണയുമായി മുന്നോട്ട് വരുന്നു. ബംഗാളിലാണ് ഇത് ഉടലെടുക്കുന്നതെങ്കിലും രാജ്യത്തിൻ്റെ സകലമാന പ്രദേശങ്ങളിലും സകലമാന ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു. നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ്, വി.ഒ. ചിദംബരം പിള്ള, ബാബു ഗേനു. ഈ വ്യക്തികളെയൊക്കെ ഒന്നുകൂടെ പറയാം. ഒന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ, രണ്ട് ലാലാ ലജ്പത് റായ്, അടുത്തത് ബാലഗംഗാധര തിലകൻ, അടുത്തത് ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ്, വി.ഒ. ചിദംബരം, അതേപോലെ ബാബു ഗേനു. ഇത്രയും പേരും സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ നമ്മുടെ പ്രശ്നം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കളാണ് ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയും ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകും ഒക്കെ. അപ്പോൾ ഇവരാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 1905 ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. ഓഗസ്റ്റ് 7-ാം തീയതി നമ്മൾ കൈത്തറി ദിനമായി ആചരിക്കുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 7-ാം തീയതി ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് PSC ചോദിച്ചൊരു ചോദ്യം വന്നത് ഈ ഓഗസ്റ്റ് 7-ൻ്റെ പ്രത്യേകതയും അത് എന്തിനാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യപ്പെടുന്നൊരു വർഷമാണ്. അതുവരെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ അലയൊലികൾ, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ നമ്മുടെ നാടൊട്ടാകെ ഇങ്ങനെ പരന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സ്വദേശി പ്രസ്ഥാനം ശക്തമാകുന്ന കാലത്താണ് സ്വയം ഭരണം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, അതായത് സ്വരാജ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇൻട്രോ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. സ്വദേശി പ്രസ്ഥാനം, ബംഗാൾ വിഭജനത്തിനെതിരെ ബംഗാളിനെ വിഭജിച്ച് അവിടെ വിള്ളലുണ്ടാക്കുക, ഭിന്നിച്ച് ഭരിക്കുക എന്ന് പറയുന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ INC ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക. 2, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക. ഈ 2 ലക്ഷ്യങ്ങളും ഈ സ്വദേശി പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. അവരുടെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ വാങ്ങരുത്, നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കൂട്ടുക, അവരുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഈ സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് വന്ദേമാതരം പ്രസ്ഥാനം. വന്ദേമാതരം പ്രസ്ഥാനം എന്നാണ് സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പേരാണ് വന്ദേമാതരം പ്രസ്ഥാനം. ഇനി സ്വദേശി പ്രസ്ഥാനം എങ്ങനെ നടപ്പിലാക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, വിദേശ വസ്തുക്കളെല്ലാം നമ്മൾ ബഹിഷ്കരിക്കുന്നു. വിദേശ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ നാട്ടിലുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കും, അവരെ പ്രോത്സാഹിപ്പിക്കും. ഇതിൻ്റെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വന്ദേമാതരം പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നമായിരുന്നു ചർക്കയായിരുന്നു എൻ്റെ ചിഹ്നം. ഈ ക്ലാസ്സോടുകൂടി അങ്ങ് പഠിക്കണം. എന്നാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? 1905 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതെല്ലാമാണ്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന പത്രങ്ങളാണ്: ഒന്ന്, വന്ദേമാതരം, ഇവിടെയുണ്ട് വന്ദേമാതരം. 2, അമൃത് ബസാർ പത്രിക, ഇവിടെയുണ്ട്, അതിൻ്റെ പേപ്പർ കട്ടിങ് അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ദ സ്റ്റേറ്റ്സ്മാൻ,
യുഗാന്തർ ഇതെല്ലാം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളാണ്. ഇന്ത്യയിൽ നിന്നെല്ലാം കൊണ്ടുപോവുക, ഇന്ത്യയിൽ നിന്നുള്ളതെല്ലാം ഊറ്റിയെടുക്കുക, എന്നിട്ട് ഇന്ത്യയെ ഉപേക്ഷിക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി നേതാക്കൾ മുന്നോട്ട് വെച്ച ആശയമാണ് സ്വദേശിവൽക്കരണം. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതായ ഒരു നിലനിൽപ്പുണ്ടാക്കിയെടുക്കുക, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്ര രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയാലും കുഴപ്പമില്ല. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക. ഓക്കെ, അങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ കണ്ടോ? ഇദ്ദേഹത്തിൻ്റെ പേരാണ് കൃഷ്ണകുമാർ മിത്ര. കൃഷ്ണകുമാർ മിത്രയുടെ ആശയമാണ് ഇത്. എന്താ? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന ആശയം. അതായത് ബ്രിട്ടീഷുകാർ പ്രതിസന്ധിയിലാവണമെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങരുത്. അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് കൃഷ്ണകുമാർ മിത്ര. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേരാണ് സഞ്ജീവനി പത്രം. സഞ്ജീവനി പത്രം PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്, പഠിക്കണം. സഞ്ജീവനി പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, കൃഷ്ണകുമാർ മിത്ര. കൃഷ്ണകുമാർ മിത്ര ആരായിരുന്നു? കൃഷ്ണകുമാർ മിത്രയാണ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി സ്വദേശി വസ്ത്രപ്രചാരിണി സഭ, നോക്കൂ, അത് പഠിക്കണം. സ്വദേശി വസ്ത്രപ്രചാരിണി സഭ എന്താണ്? സ്വദേശി വസ്ത്രപ്രചാരിണി സഭയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. അപ്പോൾ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി സ്വദേശി വസ്ത്രപ്രചാരിണി, നമ്മുടെ നാട്ടിലെ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കണം, വസ്ത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന് തീരുമാനമെടുത്തത്. എല്ലാ കാര്യങ്ങളിലും, സോപ്പ് നിർമ്മാണത്തിലും തീപ്പെട്ടി നിർമ്മാണത്തിലും ഒക്കെ, എല്ലാ പേപ്പർ നിർമ്മാണത്തിലും ഒക്കെ ബ്രിട്ടീഷുകാരെ നമ്മൾ ആശ്രയിക്കുന്നില്ല എന്ന തീരുമാനമാണ് നമ്മൾ എടുത്തത്. ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി സ്വദേശി വസ്ത്രപ്രചാരിണി സഭയ്ക്ക് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, അത് ബാലഗംഗാധര തിലകാണ്. രണ്ടാമത്, ബംഗാളിൽ രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാനം ഇന്ത്യ ആകെ സ്കാറ്റർ ചെയ്യിപ്പിച്ചത്, ഇന്ത്യ ആകെ അതിനെ പ്രചരിപ്പിച്ചത്, അങ്ങനെ പടർത്തിയത് ബാലഗംഗാധര തിലക്. അപ്പോൾ വസ്ത്രപ്രചാരിണി സഭയ്ക്ക് രൂപം കൊടുത്തത് ബാലഗംഗാധര തിലകാണ്. അതോടൊപ്പം തന്നെ ബംഗാളിൽ രൂപം കൊണ്ട ഈ സ്വദേശി പ്രസ്ഥാനത്തെ ഈ നാടെങ്ങും ഒരു ക്യാൻസർ പോലെ പടർന്ന് പന്തലിക്കാൻ നേതൃത്വം നൽകിയ നേതാവ് ബാലഗംഗാധര തിലകാണ്. അടുത്തത്, ഓക്കെ, ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാളിൽ രൂപം കൊണ്ട കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്നത് അരബിന്ദ് ഘോഷാണ്. അരബിന്ദ് ഘോഷ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്വദേശി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വദേശി ബാന്ധവ് സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് രൂപം കൊടുത്തത് ഇദ്ദേഹമാണ്, അശ്വിനി കുമാർ ദത്ത. അശ്വിനി കുമാർ ദത്ത. പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. സ്വദേശി വസ്ത്രപ്രചാരിണി സഭ ബാലഗംഗാധര തിലക്, സ്വദേശി പ്രസ്ഥാനം ബംഗാളിൽ രൂപം കൊണ്ടെങ്കിലും നാടൊട്ടാകെയും അതിനെ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട, ബംഗാളിൽ രൂപം കൊണ്ട കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്നത് അരബിന്ദ് ഘോഷാണ്. സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത. അശ്വിനി കുമാർ ദത്ത. ഓക്കെ, ഈ അശ്വിനി കുമാർ ദത്ത നേതൃത്വം നൽകിയ സ്വദേശി ബാന്ധവ് സമിതി, സ്വദേശി ബാന്ധവ് സമിതി ഇന്നത്തെ ബംഗ്ലാദേശ്, പണ്ട് ബാരിസാൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ബാരിസാളിലാണ് അത് രൂപം കൊണ്ടത്. സ്വദേശി മിത്രം പത്രം, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വദേശി മിത്രം പത്രം സ്ഥാപിച്ചത് സുബ്രഹ്മണ്യ അയ്യയാണ്. സുബ്രഹ്മണ്യ അയ്യ, അദ്ദേഹത്തിൻ്റെ പടം ഇവിടെയുണ്ട്. ഓക്കെ, ശരി. ഗാന്ധിജി ഈ ഒരു പ്രസ്ഥാനത്തെ, സ്വദേശി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വരാജ്യം എന്ന് പറയുന്ന, സ്വരാജ് എന്ന് പറയുന്ന ആശയത്തെ സ്വയം ഭരണത്തിൻ്റെ ആത്മാവ് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വദേശി എന്ന് പറയുന്ന ആശയത്തെ എങ്ങനെയാണ് പറഞ്ഞത്? ഇത് സ്വയം ഭരണത്തിൻ്റെ ആത്മാവ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും സ്വരാജ്, സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് നടപടി കൈക്കൊള്ളണം എന്ന ചർച്ചയുടെ പേരിൽ തർക്കിച്ച് അങ്ങനെ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി, തീവ്ര ദേശീയവാദികളെന്നും
രണ്ടായി വേർപിരിയുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1907 സൂററ്റ് സമ്മേളനത്തിൻ്റെ പ്രത്യേകത കോൺഗ്രസ് പിളരുകയാണ് ആദ്യമായി. റാഷ് ബിഹാരി ഘോഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1907 സൂററ്റ് സമ്മേളനത്തിൽ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വരാജ് ഇവയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൈക്കൊള്ളേണ്ട നടപടികളിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ കോൺഗ്രസ് രണ്ടായി, മിതവാദികളെന്നും തീവ്രദേശീയവാദികളെന്നും രണ്ടായി വേർപിരിയുന്ന ഒരു INC സമ്മേളനം 1907 സൂററ്റ് സമ്മേളനമാണ്. റാഷ് ബിഹാരി ഘോഷാണ് അതിൻ്റെ പ്രസിഡന്റ് അന്ന്. ഈ സ്വദേശി പ്രസ്ഥാനം വസ്ത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു അല്ല, സകല മേഖലകളിലും, മെഡിക്കൽ മേഖലകളിലും, സോപ്പ് നിർമ്മാണത്തിലും, തീപ്പെട്ടി കമ്പനികളിലും, പെയിൻറ് നിർമ്മാണത്തിലും ഒക്കെ സ്വദേശീവൽക്കരണം എന്ന ആശയം പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ചിത്രകലാരംഗത്തും സ്വദേശീവൽക്കരിക്കണം. ഈ ചിത്രകലാരംഗത്തും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വേണ്ട. അങ്ങനെ അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ചിത്രകലാരംഗത്ത് സ്വദേശവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. എന്താണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്? അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിക്കുന്നു. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യക്കാർക്ക് വേണ്ടി പാഠ്യപദ്ധതികളോ, ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന പാഠ്യപദ്ധതികൾ, അത് നമുക്ക് വേണോ? വേണ്ട. നമുക്ക് പാഠ്യപദ്ധതി ഉണ്ടാക്കാൻ നമുക്കറിയാം. അങ്ങനെയാണ് സതീഷ് ചന്ദ്ര മുഖർജി ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ ചിത്രകലാരംഗത്ത് സ്വദേശവൽക്കരണം എന്ന് പറയുന്ന ആശയവുമായി മുന്നോട്ട് വന്നതാരാണ്? അബനീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം ആരംഭിച്ച സംഘടന എന്താണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയത് സതീഷ് ചന്ദ്ര മുഖർജിയാണ്. ഓക്കെ. ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് CR ദാസ് രൂപം കൊടുത്ത സംഘടനയാണ് സ്വദേശി മണ്ഡലി. CR ദാസ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് CR ദാസ് രൂപം കൊടുത്ത സംഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഘടനയാണ്. അതിൻ്റെ പേരാണ് സ്വദേശി മണ്ഡലി എന്ന്. നാഷണൽ സോപ്പ് ഫാക്ടറി, നമ്മൾ നേരത്തെ പറഞ്ഞു സോപ്പ് നിർമ്മാണ രംഗത്തും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുണ്ട്. സോപ്പ് നിർമ്മാണം, ആ ഫാക്ടറി ആരംഭിച്ചത് നീൽ രത്തൻ സർക്കാരാണ്. അങ്ങനെ സകലമാന മേഖലകളിലേക്കും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ വേരിറങ്ങുന്നു. അങ്ങനെ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും തദ്ദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും ഈ പ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി കഴിഞ്ഞു. ശ്രദ്ധിക്കൂ, 1905 മാറരുത്, വർഷം മാറ്റി പറയരുത്. 1905 ബംഗാൾ വിഭജനം നടക്കുന്ന അതേ വർഷം 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത്. കഴ്സൺ പ്രഭുവിനെതിരെയുള്ള ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നാമ്പ് ഉടലെടുക്കുന്നു എന്ന്. ഈ ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഓർമ്മയ്ക്കായി 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ ദിവസം ഓഗസ്റ്റ് 7 നമ്മൾ കൈത്തറി ദിനമായി ആചരിക്കുന്നു. അപ്പോൾ കൈത്തറി ദിനമായി ആചരിക്കുന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഈ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം പ്രസ്ഥാനം. വന്ദേ മാതരം എന്നാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം. വന്ദേ മാതരം എന്നാണ്. വന്ദേ മാതരം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം, PSCയുടെ ഒരു ആവർത്തന ചോദ്യമാണിത്, പഠിക്കണം. അതാരാന്ന് ചോദിച്ചാൽ പറയണം, പ്രഫുല്ല ചന്ദ്ര റേ. ആചാര്യ PC പ്രഫുല്ല ചന്ദ്ര റേ ആണ്. PC റേ ആണ് ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PC റേ ആണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ആരംഭിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുകയും INC 1906 കൽക്കട്ട സമ്മേളനത്തിൽ ദാദാഭായി നവറോജി
ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായി നവറോജി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, INCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്വരാജ് കോൺഗ്രസിൻ്റെ മുഖ്യ ലക്ഷ്യമായി അംഗീകരിക്കപ്പെടുന്നു. സ്വരാജ് കോൺഗ്രസിൻ്റെ മുഖ്യ ലക്ഷ്യമായി അംഗീകരിക്കപ്പെട്ട INCയുടെ സമ്മേളനം 1906 കൽക്കട്ട സമ്മേളനം. ദാദാഭായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നാണ് അറിയപ്പെടുക. 3 തവണയാണ് INCയുടെ പ്രസിഡന്റ് ആയത്. 81ാമത്തെ വയസ്സിൽ അദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആനി ബസന്റ് 79ാമത്തെ വയസ്സിലാണ്, ഏറ്റവും ഉയർന്ന വയസ്സിൽ, ഏറ്റവും കൂടിയ വയസ്സിൽ INCയുടെ പ്രസിഡന്റായ ദാദാഭായി നവറോജിയും, എന്നാൽ ഏറ്റവും ഉയർന്ന വയസ്സിൽ INCയുടെ പ്രസിഡന്റ് ആകുന്ന വനിത ആനി ബസന്റും ആണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, നമുക്കൊരു ആശയമുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാടകങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ, കവിതകളിലൂടെ, സിനിമകളിലൂടെ നമ്മുടെ ഒരു ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. സിനിമകളുടെയും നാടകങ്ങളുടെയും ഗാനങ്ങളുടെയും കവിതകളുടെയും ഒക്കെ ഉദ്ദേശ ലക്ഷ്യം കൂടി ഒരാശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ലേ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടക രൂപമാണ് ജാത്ര. ജാത്ര എന്താണെന്ന് വെച്ചാൽ പറയണം, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ ജനങ്ങളിൽ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടകരൂപം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാതാ എന്ന വിഖ്യാത ചിത്രം വരച്ച കലാകാരനാണ് അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കിയല്ലേ, ചിത്രകലാരംഗത്ത് സ്വദേശവൽക്കരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ലക്ഷ്യം കൊടുത്തുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അബനീന്ദ്രനാഥ് ടാഗോർ. ഇവിടെ ചിത്രത്തിൽ കാണാം, ഇദ്ദേഹമാണ് അബനീന്ദ്രനാഥ് ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാതാ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ചിത്രം വരച്ചത് ആരാന്ന് ചോദിച്ചാൽ പറയണം, അബനീന്ദ്രനാഥ് ടാഗോർ. ആ പേര് മറന്നു പോകരുത്, അബനീന്ദ്രനാഥ് ടാഗോർ. ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് ആരാണ്? PC റയാണ്. അദ്ദേഹം എന്താണ്, ആരാണ്? പ്രഫുല്ലചന്ദ്ര, ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇദ്ദേഹമാണ്, ശ്യാംജി കൃഷ്ണവർമ്മ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഇനി നോക്കൂ, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്ന് പറയുന്ന കമ്പനി ആരംഭിച്ചത് ചിദംബരം പിള്ള. ചിദംബരം പിള്ള എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നിങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ചിദംബരം പിള്ള. ആവർത്തന ചോദ്യമാണ്. അദ്ദേഹത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് അറിയാം, കപ്പലോട്ടിയ തമിഴൻ എന്നാണ് അറിയപ്പെടുക. കപ്പലോട്ടിയ തമിഴൻ എന്നാണ് അറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. ഓക്കെ, ഇത് അദ്ദേഹമാണ് എന്തോന്ന്, സ്വദേശി നാവിഗേഷൻ സ്റ്റീം നാവിഗേഷൻ കമ്പനി 1906 ആരംഭിക്കുന്നത്. 6 സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. ഇതിൻ്റെ ആസ്ഥാനം തൂത്തുക്കുടിയാണ്, തമിഴ്നാട്ടിലാണ് തൂത്തുക്കുടി. നമുക്കറിയാം, സുലഭമായി മീനൊക്കെ കിട്ടുന്ന ഒരു പ്രദേശമാണ്. ഇതിന് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്, അതിൻ്റെ നേതാവായിരുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെയാണ് നമ്മൾ കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നത്. ഈ ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത് ശ്രീലങ്കയ്ക്കും തൂത്തുക്കുടിക്കും ഇടയിലാണ്. അദ്ദേഹമാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വേരിറങ്ങുവാൻ പ്രധാന കാരണമായത്. അദ്ദേഹത്തെ നമ്മൾ കപ്പലോട്ടിയ തമിഴൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷുകാരനെ നമ്മുടെ നാട്ടിൽ നിന്നും പറഞ്ഞയക്കുക, ബ്രിട്ടീഷുകാരൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള വെറും വസ്തുക്കളായി നമ്മളെ അവർ കണ്ടിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിച്ചുകൊണ്ടും നമ്മളെ അടിച്ചമർത്തി ഭരിക്കുക എന്ന് പറയുന്ന ആ നയത്തിനെതിരെയുള്ള ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു സ്വദേശി പ്രസ്ഥാനം. 2, നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുക, സാമ്പത്തിക ഭദ്രത. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയാണ്. ഈ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുക. നമ്മൾ എന്തിനാണ് വിദേശികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ആശയം, ആ ആശയം കൊണ്ടുവന്നത് ആരാണ്? അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് എന്താണ്? ഇതെല്ലാം നമ്മൾ ക്ലാസ്സിനകത്ത് നോക്കിക്കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ടത്, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് വസ്ത്രം, നമ്മുടെ സ്വന്തം വസ്ത്രങ്ങൾ, ചർക്കയാണ്. അതൊക്കെ ശരിയാണ്. നമ്മൾ നെയ്യുന്ന കൈത്തറി വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാൻ പോകുന്നത്.
ഒക്കെയാണ്. പക്ഷേ അവിടെ മാത്രം അല്ല സ്വദേശി പ്രസ്ഥാനം കൂടുതൽ ഊന്നൽ കൊടുത്തത്. വസ്ത്രങ്ങളിൽ ഊന്നൽ കൊടുത്തിരുന്നു, അതേപോലെ തന്നെയാണ് മറ്റെല്ലാം നമ്മളെ കൊണ്ട് എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ, അത് സോപ്പാണെങ്കിലും അത് തീപ്പെട്ടിയാണെങ്കിലും അത് മറ്റെന്ത് വസ്തുക്കളാണെങ്കിലും കയറാണെങ്കിലും കയർ ഉൽപ്പന്നങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചിത്രകലാരംഗത്ത് തന്നെ അഭിനീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ കേട്ടു. അതേപോലെ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് PC റോയ് എന്ന് പറഞ്ഞ പേര് നമ്മൾ കേട്ടു. ഇങ്ങനെ എല്ലാ രംഗത്തും സ്വദേശവൽക്കരണം നടക്കുന്നു. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്നതുവരെ സ്വദേശി പ്രസ്ഥാനം ഒരു എന്താ പറയുക, ജീവനുള്ള രക്തയോട്ടമുള്ള ഒരു പ്രസ്ഥാനമായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ടാറ്റ ഈ സമരകാലത്താണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ആരംഭിക്കുന്നത്. ബംഗാൾ കെമിക്കൽ ഫാക്ടറി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുന്നതൊക്കെ ഈ കാലത്താണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇതിന് നേതൃത്വം നൽകിയത് ചിദംബരം പിള്ളയാണ്. അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹവും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. സ്വദേശി പ്രസ്ഥാനത്തിന് നാടെങ്ങും, ബംഗാളിലാണ് ഇത് രൂപം കൊണ്ടതെങ്കിലും ഇതിനെ രാജ്യത്താകമാനം ഇതിനെ എത്തിക്കാൻ ബാലഗംഗാധര തിലകാണ് അതിന് വേണ്ട ഊർജവും അതിനുവേണ്ടി നിലകൊണ്ടതും ആ മനുഷ്യനാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകും അതുപോലെ തന്നെ ലാലാ ലജ്പത് റോയും അരബിന്ദു ഘോഷും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ചെങ്കിൽ ബ്രിട്ടീഷുകാർ ഒന്ന് ചിന്തിക്കുവാൻ ഈ പ്രസ്ഥാനം ഒരു കാരണമായി എന്ന് പറയേണ്ടി വരും. സ്വദേശി പ്രസ്ഥാനം PSC പരീക്ഷകളിൽ ഏറ്റവും പ്രധാനമാണ്, മത്സര പരീക്ഷകളിൽ ഏറ്റവും പ്രധാനമാണ്. ബംഗാൾ വിഭജനം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തെ പഠിക്കേണ്ടത്. ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും ഒരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. മറക്കരുത്. ഒരൊറ്റ ആഗ്രഹം മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ബംഗാൾ വിഭജനത്തിൽ നിന്നും അതേപോലെ സ്വദേശി പ്രസ്ഥാനത്തിൽ നിന്നും ഒരു മാർക്ക് നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ടാൽ ഈ എഫർട്ട് വട്ടപൂജ്യമായി മാറും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത സ്പെഷ്യൽ എഡിഷൻ അടുത്ത ദിവസം ഉണ്ടാവും. 2 രീതിയിലാണ് സ്പെഷ്യൽ എഡിഷൻ നടക്കുന്നത്, ലൈവും റെക്കോർഡഡ് ക്ലാസ്സും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സാണ്. ലൈവ് ക്ലാസ് എല്ലാ ദിവസങ്ങളിലും തിങ്കൾ മുതൽ വെള്ളി വരെ 5 മണി മുതൽ 5:30 വരെയാണ്. അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ നമ്മുടെ എന്താ പറയുക നട്ടെല്ല് സയൻസാണ്. ഇപ്പോൾ കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹാജാസ് PSC സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലേ ലിസ്റ്റാക്കി സ്പെഷ്യൽ എഡീഷൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിനകത്തുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ നോട്ട് PDF ഇടുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. സമ്പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം. താങ്ക് യു.